ഹലോ ഗൈസ്, വെൽക്കം ടു 3AJS ഫാമിലി വ്ളോഗ്സ്. അപ്പോൾ നമ്മളെ പുതിയ ഗാർഡൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ. എന്താ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ കാണിച്ചു തരാം. നമുക്ക് യൂട്യൂബിൽ മാത്രമാണോ നിങ്ങളുടെ കളി എന്ന് പറയുന്നവരുടെ ശ്രദ്ധയ്ക്ക് നമ്മളിവിടെ ഒരു വലിയൊരു ഗാർഡൻ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെയാണ് നമ്മളെ ഗാർഡൻ്റെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പയറുണ്ട്, തക്കാളി, വെണ്ടക്ക, വഴുതിനിങ്ങ, എന്ത് വേണ്ട സകല സാമാനങ്ങളും ഉണ്ട്. നമ്മളിതാ ഇതൊക്കെ പയറാണ് കേട്ടോ. അങ്ങനത്തെ പയറൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഇനിയുണ്ട് കുറേ സാധനങ്ങൾ. അപ്പോൾ പുതിയൊരു ചുരങ്ങിയുമായിട്ട് ധാരാളം വരുന്നു. ഇത് ഇന്നത്തെ സബ്ജി, ഇന്നത്തെ കറി ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒക്കെ നമുക്ക് കാട്ടിത്തരാം. അപ്പം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വെണ്ടക കേട്ടോ, നമുക്ക് ഡെയിലി കുറച്ച് വെണ്ടക കിട്ടാറുണ്ട് കേട്ടോ. ഇന്നൊന്നും നമുക്ക് വെണ്ടക കിട്ടാറുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്, നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു പച്ചക്കറി തോട്ടം തന്നെ വെക്കണം എന്നാണ് ഞാൻ പറയുന്നത്. നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ പറിക്കണേ, ഡെയിലി ഇങ്ങനെ ഓരോന്ന് പറിക്കാം. നമുക്ക് ഇവിടെ ഇങ്ങോട്ട് നോക്കൂ. ഇപ്രാവശ്യം എന്തൊക്കെ മോനെ ഉണ്ടാക്കിയത് പറയൂ. തേങ്ങാക്കൊലയോ? തേങ്ങാക്കൊല അവിടെ കാണുന്നില്ലല്ലോ. ഉറക്കെ പറയൂ, കേൾക്കുന്നില്ല. പയറ്, പച്ചമുളക് പിന്നെ നേരത്തെ ഉണ്ടല്ലോ. ചീര, കയ്പ. കത്തി എടുക്കണം. കുറേ വലകളൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ടൊന്നും നടക്കാൻ തന്നെ പറ്റൂല. മൊത്തം സെറ്റപ്പാണ് ഗൈസ്. അയ്യോ, നമ്മുടെ കൃഷിസ്ഥലം. കുറേ ആൾക്കാർ നമ്മൾ ചോദിക്കുന്നുണ്ട്, ഇനി വഴുതിനിങ്ങ കഴിഞ്ഞോന്ന്. വഴുതിനിങ്ങ കഴിഞ്ഞിട്ടില്ല, വഴുതിനിങ്ങ എപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പം കൂടുതലായിട്ട് വരുന്ന പയറാണ് കേട്ടോ. ചീര പറിക്കുന്നത് കാണിക്കും. അയ്യോ, എൻ്റെ മുടി. ഇന്ന് ചീരപ്പേരി വെക്കട്ടോ. വലിയ ഗമാണ്ടൻ ചീര വായിക്കണം കേട്ടോ. ഞാൻ സുലുവിന് കൊണ്ടുകൊടുക്കാം. സുലുവാണ് ഉപ്പേരി അരിയുന്ന ആള്. ഇതൊക്കെ ജിത്തേടൻ കൊണ്ടാക്കിച്ചാണ് കേട്ടോ. ഇതൊക്കെ ഈ മരമൊക്കെ ഇവിടെ പിടിപ്പിച്ചതാണ്. നമ്മളെ എന്ത് വളരാൻ വേണ്ടിയിട്ടാ? കയ്പ വളരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കയ്പ വളരാൻ വേണ്ടിയിട്ട് ഈ മരമൊക്കെ ഇവിടെ കൊണ്ട് ഫിറ്റ് ചെയ്തതാണ് കേസ്. ഫിറ്റ് ചെയ്തതാണ്. പയറ് രണ്ട് വിധം പയറുണ്ടായിരിക്കും. ഒരു ചുവന്ന കളറുള്ള പയറും, ആ ചുവന്ന കളറുള്ള പയർ ഞാൻ കാട്ടിത്തരാം ഗൈസ്. അയ്യോ, ചുവന്ന ചീര പറിക്കുന്നത് കാണിക്കൂ. ഇങ്ങോട്ട് നോക്കൂ, ചിരിക്കൂ. ഇത്ര മതി. അപ്പുറത്തുണ്ടല്ലോ ഇവിടെ ഇന്നത്തെ ഉപ്പേരിക്ക് ചീരത്തോരൻ. ഇന്നെന്താണ്? ചീരത്തോരൻ. ഓക്കെ. അതിൻ്റെ ഇടയിൽ നമ്മുടെ കലാവിരുദ്ധം ഇവിടെ ഉണ്ട് കഴിച്ചു. ഓക്കെ, ഇതവിടുന്ന് നല്ല ചുവന്ന പയർ പറിക്കുന്നുണ്ട് നമ്മളെ ജിത്തേട്ടാ. ഞങ്ങൾക്ക് കൂടി കാണിച്ചു തരൂ. ഇതാണ് മക്കളെ നമ്മളെ ചുവന്ന പയർ. ഇതിൻ്റെ പേരെന്താ? ചുവന്ന പയർ തന്നെയല്ലേ? കടുകോ? റെഡ് പയർ. അതിനല്ലേ ഞാൻ പറഞ്ഞത്. ഇതാണ് പയർ. ഇങ്ങോട്ട് കാണിക്കൂ. ഇതെന്താ? അയ്യോ, ഉമ്മ കൊടുക്കുന്ന. അയ്യോ, ഞമ്മക്കൊന്നൊരു ഉമ്മ വരൂല. പയറിന് ഉമ്മച്ചോളി നിങ്ങള്. അയ്യോ, അപ്പം നമ്മളെ വിഷമില്ലാത്ത പച്ചക്കറിയാണ് ഗൈസ്. നമ്മളൊരു വളം ഇടുന്നില്ല കേട്ടോ. ഞാൻ പണ്ട് നമ്മളെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു വളം ഇടുന്നില്ല. നമ്മൾ ചാണകം മാത്രമേ ഇടലുള്ളൂ. നമുക്ക് എന്നിട്ടും ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് കേട്ടോ. നമുക്കും വീട്ടിൻ്റെ അടുത്തുള്ളവർക്ക് വരെ കൊടുക്കാൻ വേണ്ടി അത്രമാത്രം നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ മൊത്തം വല ആയതുകൊണ്ട് മുടിയൊക്കെ കുടുങ്ങി പോകുന്നുണ്ട് ഗൈസ്. അയ്യോ, ജിത്തേട്ടൻ ഭയങ്കര സെറ്റപ്പാക്കി വെച്ചതാണ് കേട്ടോ. എന്തായാലും പറിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. അത് നമുക്ക് കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയോ. പയറും ഈ വെണ്ടയ്ക്കയും വഴുതിനങ്ങയും ഇതൊക്കെ പറിച്ച് കൊടുക്കുമ്പോൾ പറിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖം ഉണ്ടല്ലോ. അടുത്തത് ഇവിടെയാണ് പച്ചപ്പയർ ഗൈസ്. പച്ചപ്പയർ പറിക്കുന്ന പച്ചക്കുമാരൻ, ജിത്തുകുമാരൻ.
പച്ചപ്പയർ നല്ല വേദന ഉണ്ട് കേട്ടോ. നമ്മളെ മാതിരി വള്ളിയായിട്ടല്ല ഇത് വളരണേ. ഇത് ഇങ്ങനെ കുറ്റിപ്പയറല്ലേ, പറിക്കാൻ നല്ല സുഖം ഉണ്ടാവും. കാണിക്കൂ. ഒരു ദിവസത്തേക്ക് എല്ലാ ദിവസവും ഒരു ദിവസത്തേക്കുള്ള ഉപ്പേരി നമുക്ക് കിട്ടുന്നതാണ് ഗൈസ്. അയ്യോ പിടിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ വീണേനെ. അയ്യോ ഇതൊക്കെ നമ്മളെ വെണ്ടക്ക കുട്ടനാണ്. കുട്ടാ വേഗം വരണം. വെണ്ടക്ക കുട്ടനാണോ കുട്ടിയാണോ? അട്ടം നോക്കി നിൽക്കുമല്ലോ, പറയൂ ഗൈസ്. ഇതാ വെണ്ടക്ക കിട്ടിയിരിക്കുന്നു, കാണുന്നില്ല. അപ്പോൾ ഇത്ര വെണ്ടക്ക നമുക്ക് ഒരു ദിവസം കിട്ടുന്നത് കേട്ടോ. വെണ്ടക്ക 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 വെണ്ടക്ക. നമ്മുടെ ഗാർഡൻ സൂപ്പറാണ് കേട്ടോ ഗൈസ്. അയ്യോ ആ ചുരങ്ങ അങ്ങോട്ട് പറിക്കാൻ പോകണേ. പറിക്കൂ. ഇവിടെ അടി ചുരങ്ങുണ്ട്. ചുരങ്ങ ആർക്കും നോക്കട്ടെ. നല്ല സ്വയംഭൻ ചുരങ്ങ വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ആദ്യത്തെ വിളവെടുപ്പല്ലത്. 100 ചുരങ്ങ ഉണ്ടാക്കണം എന്നാണ് നമ്മളെ ജിത്തുവേട്ടൻ്റെ ഇപ്പോഴത്തെ ടാർഗറ്റ് അല്ലേ. അടുത്ത ചുരങ്ങ പറിക്കുന്നു. ഇന്നത്തെ ഫോട്ടോ എടുക്കണം, സ്റ്റാറ്റസിലിടണം. പയറും ഇതുമൊക്കെ കേട്ടോ. രണ്ട് ദിവസത്തേക്കാ. അടുത്തത് പറിച്ചിരിക്കുന്നു. അത് തുല്യമ്മ പിടിക്കാൻ പറ്റുന്നില്ല. അവിടെ വെച്ചോട്ടെ. അടിപൊളി. 4 ദിവസം ആണല്ലേ. കുസാക്കാക്കാം നമുക്ക്. ഒന്നുകൂടി ഉണ്ട്. ഇവിടെ നിന്നൊക്കെ നമുക്ക് വീഡിയോ എടുക്കാം കേട്ടോ. ജിത്തയുടെ നല്ല ക്ലിയർ ഉണ്ട്. ആർക്കെങ്കിലൊക്കെ കൊടുക്കണം. അയ്യോ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടല്ലേ. 4 എണ്ണം കിട്ടി നമുക്ക് ഗൈസ്. കത്തി മാറ്റി ജിത്തട. അതാ അങ്ങനെ 4ാമത്തെ ചുരങ്ങയും കിട്ടിയിരിക്കുന്നു. ഇന്നത്തെ വിളവെടുപ്പാണ് ഗൈസ്. ഇന്ന് വിളവെടുത്തിരിക്കുന്നത്. ഇന്നെന്താ ചുരങ്ങ ഉപ്പേരിയോ ചുരങ്ങ കറിയോ? പീച്ചിങ്ങ കറിയൊക്കെ നമുക്ക്. പീച്ചിങ്ങ ഉള്ള 3 എണ്ണം. സംശയായിരിക്കണം ഇപ്പൊ എന്താ വെക്കണ്ടെന്ന്. എന്താ വെക്കണ്ടേ? അതന്നെ ശരിയാണ് ഗൈസ്. എന്താ പണ്ട ഒരു ഫോട്ടോ എടുക്കണോ? അതന്നെ. ഇന്ന് പയറാണോ ചൊരങ്ങയാണോ ഇനി വെണ്ടയ്ക്കാണോ ചീരയാണോ? മൈക്കില്ല എൻ്റെ സുലഭ മൈക്കിലാണ് സംസാരിക്കുന്നത്. പറയൂ ഗൈസ്, എന്താണ് നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമായത്? അത് ചൊരങ്ങ വേണോ, പയർ വേണോ, വെണ്ടക്ക വേണോ, പീച്ചിങ്ങ വേണോ? ഇത് നമ്മളെ പോപ്കോൺ ആണ് കേട്ടോ. സ്വീറ്റ് കോൺ സ്വീറ്റ് കോൺ ഒക്കെ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഇനിയും പുതിയ ഓരോ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അതുവരേക്കും ടാറ്റ ബൈ ബൈ.